ഞാൻ വന്നേക്കും കേട്ടോ. വേറൊന്നും അല്ല കേട്ടോ, ഒരു കല്യാണ സാരി എടുക്കാൻ പോകട്ടോ. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു മന്ത്രകോടി എടുക്കാൻ പോയ കാര്യം കേട്ടോ. അതുപോലെ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ സാരി എടുക്കാൻ പോയേക്കോട്ടോ ചേച്ചിക്ക് വേണ്ടി. ഞാനും അമ്മയും ചേച്ചിയും അപ്പൂസും ചേട്ടനും കൂടെ കേട്ടോ പോകുന്നത്. അതിൽ കാറിലാണ് പോകുന്നത്. ആദ്യം നമ്മൾ വെണ്ണിക്കുളത്ത് എത്തിയിട്ട് അവിടുന്ന് അച്ഛനോട് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബസ്സിന് കേട്ടോ പോകുന്നത്. വെണ്ണിക്കുളത്ത് നിന്ന് നമ്മൾ ബസ്സിന് തിരുവല്ല ചെന്നിട്ട് അവിടുന്ന് നമ്മുടെ ചേട്ടൻ വന്ന് നമ്മളെ കൊണ്ടുപോട്ടോ. തിരുവല്ലയിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ നമുക്ക് അപ്പൂസ് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിപ്പുണ്ടായിരുന്നേ. ചേട്ടനും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ മണ്ടയ്ക്കോട്ട് നടന്നു പോയിട്ട് ചേട്ടനെ കാറിലേക്ക് കയറാൻ പോകട്ടോ. നമ്മൾ കാറിൽ കയറിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇനി ചങ്ങനാശ്ശേരിയിലോട്ടോ കേട്ടോ. ചങ്ങനാശ്ശേരി വഴി നമുക്ക് ആലപ്പുഴയ്ക്ക് പോയി ഡ്രസ്സ് എടുക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. നമ്മളപ്പോൾ ആലപ്പുഴയിൽ പോയാണ് ഡ്രസ്സ് എടുക്കുന്നത്. ചേച്ചിക്ക് സാരി എടുക്കണമായിരുന്നു. പിന്നെ അത് മാത്രമല്ല തലേ ദിവസത്തെ ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സും കൂടെ എടുക്കണമായിരുന്നു. അപ്പൊ എല്ലാവർക്കും എടുക്കണം. അതിങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കട്ടോ. നമ്മളിപ്പോ ചങ്ങനാശ്ശേരി എത്തി. ചങ്ങനാശ്ശേരി വഴി ആലപ്പുഴയ്ക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം എന്ത് നല്ല രസമല്ലേ, എന്ത് നല്ല ഭംഗിയല്ലേ അവിടെ എല്ലാം കാണാൻ അല്ലേ. അതുപോലെ തന്നെ മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ കേട്ടോ ആലപ്പുഴ ഹൗസ് ബോട്ടിങ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടിട്ട് പുതിയ പാലം പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ മുകളിലോട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതിന് നമ്മൾ നേരെ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കിന് ചേട്ടനും ചേച്ചിയും കൂടെ കാറ് പാർക്ക് ചെയ്യാൻ പോയിക്കായിരുന്നേ. ഞങ്ങളപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനും അപ്പു മുടിയൊക്കെ ചീവിക്കൊണ്ടിരിക്കുന്നു കണ്ണടിയിൽ നോക്കിയിട്ട്. അപ്പോൾ അമ്മേനെ അപ്പൂനെ വിളിച്ചിട്ട് ക്യാമറയിലോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പു നോക്കിയിട്ട് അച്ചു പക്ഷേ എന്താണ് അമ്മ ഒന്നും നോക്കിയൊന്നുമില്ല. അമ്മ മൈൻഡ് വരും ചെയ്തില്ല. പിന്നെ നമ്മൾ മണ്ടയ്ക്ക് എത്തി വെഡിങ് സെഷനിൽ എത്തിയിട്ട് അവിടെ നമ്മൾ സാരി എടുക്കാൻ തുടങ്ങി. നമ്മൾ 3 സാരി ഉടുത്ത് കാണിക്കും. 3 സാരി ചേച്ചി ഉടുത്ത് അതിൽ നമുക്ക് ഒരു സാരിയാണ് ലാസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതാണ് നമ്മൾ എടുത്തത്. ഇതാട്ടോ ഈ സാരി കേട്ടോ നമ്മൾ എടുത്തത്. ഫൈനലായിട്ട് നമ്മൾ ഈ ഒരു സാരി ഉറപ്പിച്ച് പിന്നെ അത് എടുത്തു. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഫംഗ്ഷൻ ഇടാനുള്ളത് നമ്മൾ അതും എടുത്ത്. ചേച്ചി ഫംഗ്ഷൻ ഇടാൻ പോകുന്നത് ഇതാട്ടോ, ഒരു അപ്സാരിയാണ് ചേച്ചി ഉടുക്കാൻ പോകുന്നത് തലേ ദിവസത്തെ. ചേച്ചിക്ക് എടുത്തതിനെ പിന്നെ നെക്സ്റ്റ് പിന്നെ നമുക്കുള്ള കേട്ടോ എടുക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് എടുത്തു. പിന്നെ അതിന് പറവനെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് പോയിട്ടോ. നമ്മൾ മുകളിൽ പോയിട്ട് ബാക്കിയുള്ള ഡ്രസ്സും കൂടെ നമുക്ക് എടുക്കണേ. അപ്പം എല്ലാവർക്കും എടുക്കണ്ട. അപ്പം അതിന് വേണ്ടി അത് കഴിഞ്ഞ് നമ്മൾ അച്ഛന് എടുത്ത്. അച്ഛന് മുണ്ടും ഷർട്ടും എടുക്കണമായിരുന്നു. അച്ഛന് ഷർട്ട് ഞങ്ങളല്ല എടുത്തത്, ഞങ്ങൾ കുർത്തി എടുത്തത്. പിന്നെ ഞങ്ങൾ എടുത്തത് ചേച്ചിയുടെ നാത്തൂന് വേണ്ടി സെറ്റ് സാരി എടുക്കണമായിരുന്നു. ഇനി നമ്മൾ അതും കൂടെ എടുക്കാൻ പോകട്ടോ. അതും കൂടെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. അതും കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി അമ്മയ്ക്കും കൂടെ എടുത്താൽ മതി. അമ്മയ്ക്കും പിന്നെ നമ്മളൊരു സാരി എടുത്തേ, നാത്തൂനും ഇനി ഒരു സെറ്റ് സാരി എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബില്ലടിക്കാൻ പോയി. ഈ ബില്ലടിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് നേരെ കാറിൻ്റെ അടുത്തേക്ക് പോകട്ടോ. അപ്പം നമ്മൾ കാറിൻ്റെ അവിടെ ചെന്നിട്ട് ചേട്ടനും ചേച്ചിയും പോയി സാധനം വെച്ചിട്ട് നമ്മളുടെ അടുത്തോട്ട് ഇങ്ങോട്ട് വരും. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് അമ്മയോടും അപ്പൂനോടും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് കഴിക്കണ്ടേ, എനിക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞാൽ എന്താണ് നമുക്ക് പോകുന്ന വഴിയിൽ കഴിക്കാം. അപ്പോൾ അപ്പൂനോടൊക്കെ എന്ത് വേണമെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ഇനി നമ്മൾ ഹോട്ടലിലോട്ട് പോകട്ടെ. അവിടെ ചെന്ന് നമ്മൾ നല്ല ഉണക്ക് വെയിറ്റ് ചെയ്തു. കാരണം ലൈവായിരുന്നു. ചേച്ചിക്കും ചേട്ടനും കുഴിമന്തി ലൈവ് ആയതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അവനും കഴിക്കാനായിട്ട് അവൻ പൊറോട്ട കഴിക്കുമായിരുന്നേ. അവൻ അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് എനിക്കും അമ്മയ്ക്കും ഉള്ളത് നേരത്തെ വന്നു. ഞങ്ങൾ ചോറ് കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ വന്നു. നല്ല ഫുഡായിരുന്നു. കുറച്ച് വെയിറ്റ് ചെയ്താലും നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനിയും തിരുവല്ലയിൽ എത്തിയിട്ട് ഇനി നമുക്ക് ചേച്ചിക്ക് ചെരുപ്പ് എടുക്കണമായിരുന്നു വെഡിങ്ങിനുള്ള. അപ്പോൾ ആ ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ചെരുപ്പ് എടുത്തിട്ട് ഇനി നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇനി അപ്പൂന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. അവന് നമുക്ക് അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ ഇവിടെ വന്നിട്ട് തിരുവല്ല വന്നിട്ട് കേട്ടോ ഡ്രസ്സ് എടുത്തത്. അവൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ടില്ല. അവന് മുണ്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവനെടുക്കുന്നത് ബാഗിയാണ് ഗൈസ്. കല്യാണത്തിന് ബാഗ് ഇടുന്ന ആദ്യത്തെ പുരുഷൻ ഇവനായിരിക്കും. ബാഗ് ഇട്ട് കല്യാണത്തിന് വരാനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതെല്ലാം എടുത്തിട്ട് നമ്മൾ ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ ഇനി അപ്പൂനെ കൊണ്ടുവിടാൻ വീട്ടിലോട്ട് പോകട്ടോ. അപ്പോൾ അവൻ വീടിൻ്റെ അവിടെ എത്താൻ നേരത്തെ അവൻ പറഞ്ഞു വേണ്ട ഇനി അവിടെ നിന്ന് ഞാൻ നടന്ന് പൊക്കോളും, കുറച്ച് പട്ടിഷോ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ ഇറങ്ങിയിട്ട് അവനെ ഞങ്ങൾ വിട്ടിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോകട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എല്ലാം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഒന്നും പറയുന്നില്ല, ഇതും കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയും കല്യാണം ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റ ബൈ ബൈ.